നമസ്കാരം, സഹകാർ റേസ് പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ് ഇൻ മെയിൻ്റനൻസ് ആണ്. സോ നമ്മുടെ ഒരു ഹോസ്പിറ്റൽ ഫാർമസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹോൾസെയിൽ ഫാർമസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ ഫാർമസി ആയിക്കോട്ടെ, എവിടെ ആയാലും കമ്പ്യൂട്ടേഴ്സിന് എത്രത്തോളമാണ് പ്രാധാന്യമുള്ളത് നമ്മൾ ആദ്യം അറിയണം, അല്ലേ? സോ ബേസിക്കലി നമ്മൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാ ഫാർമസികളിലും കമ്പ്യൂട്ടേഴ്സ് അവൈലബിൾ ആണ്. ഈ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ പല സിസ്റ്റമാറ്റിക് ഡേറ്റ മാനേജ്മെന്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. മോണിറ്ററിംഗ് ഇവാലുവേഷൻ ചെയ്യാറുണ്ട്, ഇൻവെന്ററി മാനേജ്മെന്റ് ചെയ്യാറുണ്ട്, അപ്പോൾ ഡേറ്റ റിട്രൈവിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് ഇതൊക്കെ എന്ന് ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ബേസിക്കലി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇവിടുന്ന് പ്രതീക്ഷിക്കാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ മാനേജ്മെന്റും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജി എന്ന് പറയുന്നത് വാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ നോളജ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണമെങ്കിൽ PSCക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നുള്ളതാണ്. സോ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഈ ഒരു റെവല്യൂഷനൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെന്ററിയുടെ ട്രാക്കിംഗ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ട്, നമ്മൾ എഫക്റ്റീവായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, അതിന് മെയിൻ്റനൻസിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഹ്യൂമൻ എറർ പോലും ഇല്ലാതെ, ഒരു ടെക്നിക്കൽ എറർ പോലും ഇല്ലാതെ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ച് ഒരു ഔട്ട്പുട്ട് കിട്ടാനായി സഹായിക്കുന്ന ഒരു മാനേജ്മെന്റ് സിസ്റ്റമാണ് കമ്പ്യൂട്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നുള്ളതാണ്. സോ എന്തൊക്കെയാണ് നമ്മളെ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ മാനേജ്മെന്റ് സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ദ ഫസ്റ്റ് വൺ ഈ സെൻട്രലൈസ്ഡ് റെക്കോർഡാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡേറ്റ പെട്ടെന്ന് വേണം, ഏത് ഡ്രഗ് ആണ് അല്ലെങ്കിൽ എത്ര ഡ്രഗ് ആണ് സ്റ്റോക്ക് ഔട്ട് ആവുന്നത്, എത്ര ഡ്രഗ് ആണ് എക്സ്പയറി ആവുന്നത്, എത്ര ഡ്രഗ് ആണ് നിങ്ങൾ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഡേറ്റാസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സെർവർ ഉണ്ടായിരിക്കും, അല്ലെ? അതായത് ഇപ്പൊ എല്ലാ ഫാർമസികളിലും പോവുകയാണെങ്കിൽ ഒരു മെയിൻ കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കും, അത് സ്റ്റോർ കീപ്പറിന്റെ അടുത്തായിരിക്കും ഉണ്ടായിരിക്കും, അവരുടെ കയ്യിൽ എല്ലാ ഡേറ്റ ഉണ്ടായിരിക്കും. അത് എങ്ങനെയാ ആ ഡേറ്റ മാനേജ് ചെയ്യാന്ന് വെച്ചാൽ മന്ത്ലിയോ വീക്കിലിയോ എന്തോ ചെയ്യുമെന്ന് വെച്ചാൽ സ്റ്റോർ ഇൻചാർജ് എന്ത് ചെയ്യുന്നു, സബ് ഫാർമസിയിലേക്ക് അല്ലെങ്കിൽ സബ് സ്റ്റോക്കിലേക്ക് സ്റ്റോക്കുകൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് മാറ്റുമായിരിക്കും ചെയ്യുക. അല്ലെങ്കിൽ ഒരു മെയിൻ സ്റ്റോക്ക് ഉണ്ടായിരിക്കും, ഒരു സബ് സ്റ്റോക്ക് ഉണ്ടായിരിക്കും, മെയിൻ സ്റ്റോക്കിൽ നിന്ന് സബ് സ്റ്റോക്കിലേക്ക് കമ്പ്യൂട്ടർ ഡേറ്റ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റാസ് മാറ്റുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ സെർവർ ആയിട്ട് അല്ലെങ്കിൽ ഒരു മെയിൻ സെൻട്രലൈസ്ഡ് റെക്കോർഡായിട്ട് നമുക്ക് സ്റ്റോർ കീപ്പറിന് അടുത്തിരിക്കുന്ന കമ്പ്യൂട്ടർ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഡേറ്റാ ബേസ് നമുക്ക് എടുക്കാം എന്നുള്ളതാണ്. അസസ് ചെയ്യാനും അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനും ഇൻഫോർമേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഒരുപാട് തരത്തിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളെ കമ്പ്യൂട്ടർ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. രണ്ട്, എഫിഷ്യന്റ് റിട്രൈവൽ ആണ്. അതായത് ഇപ്പൊ എക്സാമ്പിൾ പെട്ടെന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഡേറ്റ അറിയണം. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യുക, സ്റ്റോക്ക് ബുക്ക് തുറക്കുന്നു, ലെഡ്ജർ ഫോളി നോക്കുന്നു, എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കുന്നു, അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതിനെ കമന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിവിടെ അങ്ങനെയല്ല, നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് സെർച്ച് ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. അതായത് ഇപ്പൊ നമുക്ക് ഏർക്കറിയാം, നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ പെട്ടെന്നൊരു കാര്യം ഫിൽറ്റർ ചെയ്ത് അറിയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്നൊരു കാര്യം ഫൈൻഡ് ചെയ്യണമെങ്കിൽ Ctrl+F അടിച്ചാൽ മതി, അല്ലേ? അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ഡേറ്റകൾ നമുക്ക് ക്വിക്കായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാസ് അല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഡേറ്റാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു എഫിഷ്യൻ്റ് ആയിട്ട് ഫിൽട്ടർ ചെയ്യാനും ഒരു അഡ്വാൻസ് സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഒരു കമ്പ്യൂട്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫിഷ്യൻ്റ് ആയിട്ട് ഡേറ്റ റിട്രൈവൽ നമ്മളെ ഒരുപാട് തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഡാറ്റ ബാക്കപ്പ് ആണ്. ഡാറ്റ ബാക്കപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഡേറ്റാസ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാറുണ്ട്, അല്ലേ? അത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 4-5 വർഷങ്ങൾക്ക് മുമ്പുള്ള ഡേറ്റ ആണെങ്കിൽ പോലും നമുക്ക് എടുക്കണമെങ്കിൽ ധൈര്യമായി എടുക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളുടെ ഫാർമസിയിൽ ഒരു ഡേറ്റ നിങ്ങൾക്ക് അറിയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്രഗിന് ഡേറ്റ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നേരെ അവിടെ സ്റ്റോക്ക് ബുക്കൊക്കെ വെച്ചിരിക്കുന്ന റൂമിലേക്ക് കയറുന്നു, അവിടെ സ്റ്റോക്ക് ബുക്ക് തപ്പിയെടുക്കുന്നു, എന്നിട്ട് അതിൽ നിന്ന് ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഇറ്റ്സ് ടേക്ക് സം ടൈം, അല്ലേ? പക്ഷേ ഇവിടെ ഡേറ്റ ബാക്കപ്പിന്റെ കേസിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. നിങ്ങൾക്ക് as soon as possible you can access the data and you can use the data and even though you can filter the data, അല്ലെ? അപ്പൊ അങ്ങനെയുള്ളൊരു ഉപയോഗം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടർ റെക്കോർഡ് കീപ്പിംഗിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം സെൻട്രലൈസ്ഡ് റെക്കോർഡ്, എഫിഷ്യന്റ് റിട്രൈവൽ ആൻഡ് ഡേറ്റ ബാക്കപ്പ് ആണ് ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇനി ഇൻവെന്ററി കൺട്രോൾ സിസ്റ്റത്തിൽ എങ്ങനെയാണ് കമ്പ്യൂട്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ദ ഫസ്റ്റ് വൺ ഈസ് റിയൽ ടൈം ട്രാക്കിംഗ്
ട്രാക്കിംഗ് ആണ്. റിയൽ ടൈം ട്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ എത്രയാണ് സ്റ്റോക്ക് സ്റ്റാറ്റസ്, എത്രയാണ് നമുക്ക് ഓവർ സ്റ്റോക്ക് ആയിട്ടിരിക്കുന്നത്, എത്രയാണ് എക്സ്പയറി ആയിട്ടിരിക്കുന്നത്, എത്രയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള ബേസിക് ഡേറ്റാസും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻവെന്ററി കൺട്രോൾ സിസ്റ്റം വഴി അതിൽ റിയൽ ടൈം ട്രാക്കിംഗ് എന്ന ഓപ്ഷൻ കൊണ്ട് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഈ റിയൽ ടൈം ട്രാക്കിംഗ് എല്ലാവരും ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു പേഷ്യന്റ് വരുന്നു, ഇന്ന മരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ആൾക്കാർ എന്താ ചെയ്യുക, പോയി കബോർഡ് നോക്കാതെ ഇപ്പം എല്ലാ ആൾക്കാരും നേരെ കമ്പ്യൂട്ടർ അടിച്ച് നോക്കും, അവരുടെ സിസ്റ്റത്തിൽ കിടപ്പുണ്ടോ അല്ലെങ്കിൽ അവരുടെ സ്റ്റോക്കിൽ നിലവിൽ കിടപ്പുണ്ടോ എന്നൊരു അടിച്ചു നോക്കും, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും. അത് തന്നെയാണ് റിയൽ ടൈം ട്രാക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട്, ഓട്ടോമേറ്റ് ഓർഡറിംഗ് ആണ്. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം എല്ലായിടും ഒന്നും അവൈലബിൾ അല്ല. ഇപ്പൊ നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ഓർഡറിങ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഓരോ ഒന്നെങ്കിൽ മന്ത്ലി ബേസിൽ നമുക്കൊരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി വെക്കാൻ പറ്റും. അത് അവർ കൊണ്ടെത്തിക്കും, നമ്മൾ പൈസ കൊടുത്താൽ മാത്രം മതി. നമ്മൾ എല്ലാ പ്രാവശ്യം ഇപ്പോൾ എന്ത് ചെയ്യണ്ട, നമ്മൾ ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെയാണ് ഈ ഓട്ടോമേറ്റ് ഓർഡറിങ്ങും വരുന്നത്. അതായത് നമുക്ക് എപ്പോഴാണോ നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റിൽ ഇൻവെന്ററി കുറയുന്നത്, അതായത് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിന്റെ ഇൻവെന്ററി എപ്പോഴാണോ കുറയുന്നത് അതനുസരിച്ച് കമ്പ്യൂട്ടർ തന്നെ റിയലൈസ് ചെയ്ത് അത് ഓട്ടോമാറ്റിക്കലി റിപ്ലേസ് ചെയ്യാനുള്ള ഓർഡറിങ് കൊടുക്കും. അതായത് ഇപ്പോൾ എക്സൽ ഫയലിലൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ എക്സൽ ഫയൽ തന്നെ നമ്മൾ കമന്റ് കൊടുക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ 6 താഴെ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഷോൺ ആസ് റെഡ് കളർ. അതായത് ഇപ്പം നമ്മളൊരു ഡേറ്റ ഉണ്ടാക്കി എടുക്കുവാണ്, അല്ലെങ്കിൽ ഡേറ്റ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 6 താഴെയാണെങ്കിൽ ചുമന്ന കളർ കാണിക്കും എന്ന് പറയും. അതേപോലെ തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ പാരസ്റ്റമോൾ 50 ഗുളികയാണ് ഒരു മാസം ഉപയോഗിക്കുന്നതെങ്കിൽ 40 ഗുളികയ്ക്ക് താഴെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ 20 ഗുളികയ്ക്ക് താഴെ വരുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓർഡർ ചെയ്യാനുള്ള കമന്റ് കമ്പ്യൂട്ടർ തന്നെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെക്കുകയും അങ്ങനെ കമ്പ്യൂട്ടർ തന്നെ ആ ഓർഡറിങ് എടുക്കുകയും ചെയ്യുന്നുള്ള രീതിയിലേക്കാണ് ഈ ഓട്ടോമാറ്റിക് ഓർഡറിങ് പോകുന്നത്. രണ്ട്, പ്രഡിക്റ്റീവ് അനാലിസിസ് ആണ്. സോ ഇത് ബേസിക്കലി ഫോർകാസ്റ്റിംഗ് ആണ്. ഫോർകാസ്റ്റിംഗ് ഇൻ ദ സെൻസ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ രീതിയിൽ ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ ചില സമയങ്ങളിൽ ഗൂഗിളിലൊക്കെ നമ്മൾ പുതിയ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സൈറ്റിൽ നമ്മൾ പുതിയതായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പാസ്വേഡൊക്കെ അടിക്കുന്ന സമയത്ത് ഗൂഗിൾ തന്നെ നമുക്ക് പറയും, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇങ്ങനത്തെ ഉപയോഗിക്കൂ, ഇങ്ങനത്തെ പാസ്വേഡ് ഉപയോഗിക്കൂ എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണ്? അത് പ്രഡിക്ഷൻ ആണ് അല്ലേ. അത് ഇത് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, റിട്രൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്രഡിക്ഷൻ പോലെയാണ്. അതേപോലെ തന്നെ ഇവിടെ നടക്കുന്നത്. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെന്ററി, അതായത് മാക്സിമം വേസ്റ്റേജ് കുറച്ചുകൊണ്ട് പ്ലാനിങ് ഇംപ്രൂവ് ആക്കുന്ന തരത്തിൽ നമ്മുടെ ഇൻവെന്ററിനെ പ്രെഡിക്റ്റ് ചെയ്ത് അനാലിസ് ചെയ്ത് എത്ര വേണം എന്ന് പറയുന്നു. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് 6 മാസത്തെ കൺസപ്ഷൻ അറിയണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, കഴിഞ്ഞ 6 മാസത്തെ കണക്കെടുക്കുന്നു, അത് ഡിവൈഡ് ബൈ 6 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു AMC കിട്ടും, ആവറേജ് മന്ത്ലി കൺസപ്ഷൻ കിട്ടും. ഇതാണ് നോർമലി നമ്മൾ ചെയ്യുക. പക്ഷേ ഇവിടെ കമ്പ്യൂട്ടർ അങ്ങനെയല്ല. ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർകാസ്റ്റിംഗ് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എത്രയാണ് ഗുളികകൾ വേണ്ടി വരിക അല്ലെങ്കിൽ എത്രയൊക്കെയാണ് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരിക എന്നുള്ളത് ഓൾറെഡി കമ്പ്യൂട്ടർ തന്നെ പ്രെഡിക്റ്റ് ചെയ്ത് തരുന്ന ഒരു രീതിയിലേക്കാണ് ഇൻവെന്ററി കൺട്രോളിൽ പ്രെഡിക്റ്റീവ് അനാലിസിസ് എന്ന ടോപ്പിക്കിൽ പറയുന്നത്. ഇനി അടുത്ത് വരുന്നത് ബാർകോഡ് സ്കാനിങ് ആണ്. സോ ഇത് എല്ലാവർക്കും അങ്ങനെ ഇപ്പം വന്നിട്ടില്ല, ബട്ട് ഇച്ചിരി അഡ്വാൻസ്ഡ് ഹോസ്പിറ്റലിലൊക്കെ ഈ ബാർകോഡ് സ്കാനിങ് വന്നിട്ടുണ്ട്. സോ ബേസിക്കലി നമുക്കത് ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഫാർമയെ സംബന്ധിച്ച്. കാര്യം നമ്മൾ ഗുളികകളൊക്കെ പകുതി കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. 2 ഗുളിക 3 ഗുളിക യൂണിറ്റ് ആയിട്ടുള്ള ഒരു ഡോസേജ് സിസ്റ്റം നമുക്ക് അങ്ങനെ അധികമായിട്ട് കാണാറില്ല. അല്ലെ ഒരു ഗുളിക 2 ഗുളിക എന്നുള്ള യൂണിറ്റ് ആയിട്ടുള്ള ഒരു ഡോസ് കാണാറില്ല. പക്ഷേ ബൾക്കായിട്ട് അങ്ങനെ പോവാറും ഇല്ലേയും താനും. പക്ഷേ ഈ ബാർകോഡ് സ്കാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ ഇപ്പൊ എക്സാമ്പിൾ ബോട്ടിൽസ്, ജാറുകൾ, വൈറ്റമിൻസ് അങ്ങനെയൊക്കെ വരില്ല. അതിനൊക്കെ നമുക്ക് ഈ ബാർകോഡ് സ്കാനിങ് നമുക്ക് എളുപ്പം ഉപയോഗിക്കാൻ പറ്റും. ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വാങ്ങാൻ പോകുന്ന സാധനത്തിന് പുറത്ത് ഒരു ബാർകോഡ് വെച്ചിട്ടുണ്ടായിരിക്കും. സോ ബാർകോഡ് സ്കാൻ ചെയ്യുന്നു, അതിന്റെ ഇൻഫർമേഷൻസ് കിട്ടുന്നു, പിന്നെ ട്രാൻസാക്ഷൻ ഒക്കെ അതനുസരിച്ച് നടത്താം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം, നമ്മൾ ചെല്ലുന്നു, കമ്പ്യൂട്ടറിൽ അടിക്കുന്നു, എന്നിട്ട് അത് നോക്കിയതിനു ശേഷം അത് എന്താണ് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് വരുന്നു, അതിനെ പൈസ അടിക്കുന്നു. അതിനൊക്കെ ഏറ്റവും എളുപ്പം സാധനം ഉണ്ടെങ്കിൽ ബാർകോഡ് കൊണ്ട് സ്കാൻ ചെയ്യുക, സാധനത്തിന്റെ ഡീറ്റെയിൽസ് വന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുക, ട്രാൻസാക്ഷൻ നടത്തുക എന്നുള്ളതാണ്. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ബാർകോഡ് സ്കാനിങ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇനി മെഡിക്കേഷൻ മോണിറ്ററിംഗ് ആൻഡ് ട്രാക്കിംഗ്. ഇനി മെഡിക്കേഷൻ മോണിറ്ററിംഗ് ആൻഡ് ട്രാക്കിംഗ് എന്ന് പറയുന്നത് ഇത് കൂടുതൽ നമുക്ക് പേഷ്യന്റ് റിലേറ്റീവ് ആയിട്ടാണ് നമ്മൾ വരിക കേട്ടോ. സോ ഫസ്റ്റ് വൺ ഈസ് ഓട്ടോമേറ്റ് അലേർട്ട്സ് ആണ്. ഈ അലേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ മനസ്സിലാക്കിക്കുക അല്ലെങ്കിൽ അവരെ അറിയിക്കുക എന്നുള്ളതാണ്. സോ ബേസിക്കലി ഇപ്പൊ ഇത് നമ്മുടെ ഇന്ത്യയിൽ അത്ര വലിയ ഫീസിബിൾ ആയ ഒരു കാര്യമല്ല. ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ ജനറേറ്റഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാംഡ്
പേഷ്യന്റ് മോണിറ്ററിംഗ് അലേർട്ട്സ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ നമ്മുടെ ഫാർമസിയിൽ നിന്ന് ഒരു പേഷ്യന്റ് മരുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അയാളുടെ ഡോസേജും കാര്യങ്ങളും കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യുന്നു, അതനുസരിച്ച് അവർക്ക് അലേർട്ട് പോകും, അല്ലെങ്കിൽ പേഷ്യന്റ് അലേർട്ട് പോകും, ഇന്ന സമയത്ത് ഇന്ന ഗുളിക കഴിക്കണം എന്നുള്ള അലേർട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഓട്ടോമേറ്റ് അലേർട്ട് സിസ്റ്റം ആണ് ഈ മെഡിക്കേഷൻ മോണിറ്ററിംഗ് ആൻഡ് ട്രാക്കിങ്ങിൽ പറയുന്നത്. സോ എനിക്ക് തോന്നുന്നു ഈ ക്ലാസ് നിങ്ങൾ കാണുന്നത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഭയങ്കര സിമ്പിൾ ആണ്, കാര്യം മാത്രം മനസ്സിലാക്കി വെച്ച് പോയാൽ മതി കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. സോ ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എക്സാമ്പിൾ പേഷ്യന്റ് തന്നെ മെഡിക്കേഷൻ സ്റ്റോക്ക് ലെവല്, അല്ലെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ തന്നെ പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരു പേഷ്യന്റ് വന്നു, നമുക്ക് നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഇൻവെന്ററി ഇല്ല, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ ഡ്രഗ്സുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ അത് മോണിറ്റർ ചെയ്ത് നമ്മൾ അറിയിക്കും. രണ്ടാമത്തെ കാര്യം, ഒരു പേഷ്യന്റ് വൈസ് നോക്കാം. പേഷ്യന്റ് വൈസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പേഷ്യന്റ് വന്നു 10 ഗുളിക ഡോക്ടർ എഴുതി, പക്ഷേ 3 ഗുളിക പേഷ്യന്റ് വാങ്ങിയുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ആ പേഷ്യന്റിന് ഇനി നെക്സ്റ്റ് എപ്പോഴാണ് റീഫിൽ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഗുളികന്റെ കണക്കുകൾ പോലും എന്ത് ചെയ്യാൻ പറ്റും, ഈ കമ്പ്യൂട്ടർ മെഡിക്കേഷൻ മോണിറ്ററിംഗ് ട്രാക്കിംഗ് കൊണ്ട് നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. മെഡിക്കേഷന്റെയും സ്റ്റോക്ക് ലെവലൊക്കെ ഓട്ടോമാറ്റിക് റീ ഓർഡറിങ്ങും അല്ലെങ്കിൽ റിയൽ ടൈം വിസിബിലിറ്റി ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം വേസ്റ്റേജ് കുറച്ചുകൊണ്ട് നമുക്ക് മാക്സിമം ഇൻവെന്ററി മാനേജ്മെന്റ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം, കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്, അത് റിപ്പീറ്റ് ചെയ്യുന്നുള്ളേ ഉള്ളൂ. ഈ 2 ഡോസേജ് കാൽക്കുലേഷൻ ആണ്. സോ നമുക്ക് ഇന്ത്യയിൽ ഡോസേജ് കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. പക്ഷേ നിങ്ങൾ അബ്രോഡ് പോവാണ്, UK, കാനഡ, യൂറോപ്യൻ കൺട്രീസിലൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ ഡോസേജ് കാൽക്കുലേഷൻ ഉണ്ടെന്ന് താനും. അവിടെ ഇപ്പോഴും കോമ്പൗണ്ടിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ തന്നെ ഒരു പേഷ്യന്റ് വന്നു, അയാൾക്ക് 1 ഗ്രാമിന്റെ ക്രീമാണ് കൊടുക്കേണ്ടത്, പക്ഷെ നമ്മുടെ 5 ഗ്രാമിന്റെ ക്രീമാണുള്ളെങ്കിൽ അതും അതിന്റെ ഡോസേജ് കാൽക്കുലേഷൻ. പിന്നെ അഡൽട്ട് ഡോസ്, ബേസിക്കലി നമ്മൾ ഇന്ത്യയിൽ മാത്രമാണ് നമ്മളെ ഫാർമസിസ്റ്റുകൾ ഡോസേജ് കാൽക്കുലേഷനും ഡ്രഗ് പ്രിസ്ക്രൈബും ചെയ്യാത്തത്. എന്നാൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പ്രിസ്ക്രൈബിംഗ് ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ GP എന്ന് പറയൂട്ടാ, അവരുണ്ട്. അവർ തന്നെയാണ് ഡോസേജ് എഴുതുന്നതും കാൽക്കുലേറ്റ് ചെയ്യുന്നതും കൊടുക്കുന്നതും ഒക്കെ. ഡോക്ടർ ഡയഗ്നോസ് ഇത് മാത്രമേ ഇടുള്ളൂ, ഏത് ഡ്രഗ് കഴിക്കണം എന്നൊക്കെ നമ്മളെ തീരുമാനിക്കാം. അപ്പൊ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ബേസിക്കലി ഡോസേജ് കാൽക്കുലേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് നമുക്ക് കമ്പ്യൂട്ടേഴ്സ് അവൈലബിൾ ആണ്, അതിൽ നമ്മൾ ഓൾറെഡി പ്രീഫിൽഡ് ആയിട്ടുള്ള ഡോസേജുകളും ഡ്രഗ് ഡീറ്റെയിൽസും വെച്ചിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ ആവശ്യമുള്ള ഇൻപുട്ട് കൊടുക്കുന്നു, അതനുസരിച്ച് നമുക്കൊരു ഡേറ്റ് നമുക്ക് ഇങ്ങോട്ട് തരുന്നു, അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ പേഷ്യന്റിന് മരുന്ന് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എറർ ഫ്രീ ആക്കുക എന്നുള്ളതാണ്, ട്രീറ്റ്മെന്റ് എഫിക്കസി കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. ഇനി ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ആണ്. സോ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹിസ്റ്ററീസ്, ഒരു പേഷ്യന്റ് സംബന്ധിച്ച് അയാൾ കഴിച്ച മരുന്ന് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ്. ഈ ഒരു പേഷ്യന്റ് ഹിസ്റ്ററി കൊണ്ടോ അല്ലെങ്കിൽ ഹിസ്റ്ററി റെക്കോർഡ് കൊണ്ട് നമ്മൾ എന്തിനാ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ, ഒരു പേഷ്യന്റിന് ഡ്രഗ് ഡിസിഷനിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്, ട്രീറ്റ്മെന്റ് ഡിസിഷനിലും ഒരുപാട് തരത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇംപ്രൂവിങ് എഫിക്കസി ആൻഡ് ആക്യുറസി ആണ്. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യം കൂടെ ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്ത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഫസ്റ്റ് വൺ ഈ സ്ട്രീം ലൈൻ ടു വർക്ക് ഫ്ലോ ആണ്. അതായത് ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ സ്റ്റോക്ക് ബുക്കിൽ എഴുതുക, ഡെയിലി ഡിസ്പെൻസേഷൻ രജിസ്റ്റർ വെക്കുക, അല്ലെങ്കിൽ ഇൻറ്റൻഡിങ് ഫോമുകൾ വെക്കുക, അല്ലെങ്കിൽ റിസീവിംഗ് ഫോം വെക്കുക, അല്ലെങ്കിൽ ബിൻ കാർഡ് വെക്കുക. ഇതിനൊക്കെ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് ഒരു കമ്പ്യൂട്ടർ കൊണ്ടുവരിക എന്നുള്ളത്. മാനുവലായിട്ട് എറർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ നമ്മൾ ഹ്യൂമൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയൊക്കെ എഴുതിയാലും ടാലി ആവാത്തില്ല ചില സമയങ്ങൾ, അല്ലെ? എന്നാൽ കമ്പ്യൂട്ടർ അങ്ങനെയല്ല. പ്രോപ്പർ ആയിട്ടുള്ള ഇൻപുട്ട് കൊടുത്ത് പ്രോപ്പർ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ കിട്ടുന്ന കാര്യങ്ങളെല്ലാം പക്ക ഓക്കെ ആയിരിക്കും, അല്ലെ? സോ അതുകൊണ്ട് തന്നെ എറർ ഫ്രീ ആയിട്ട് നമുക്ക് മുമ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് മാത്രമല്ല സ്പീഡ്, എഫിക്കസി, ലൈക്ക് ഓപ്പറേഷൻ മെയിൻ്റെനൻസിനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ പോകും എന്നുള്ളതാണ്. പിന്നെ എൻഹാൻസ്ഡ് ഡാറ്റ ആക്യുറസി ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഡിജിറ്റൽ റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യാനും ഇൻവെന്ററി ട്രാക്കിംഗ് ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ ഹ്യൂമൻ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ റിയൽ ടൈം മോണിറ്ററിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നമുക്ക് റിയൽ ടൈം വിസിബിലിറ്റിയും നമ്മുടെ സപ്ലൈ ചെയിൻ ലെവലുകളും ഡിസിഷൻ മേക്കിംഗ് നമ്മൾ ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ആണ് റെഡ്യൂസ് ഹ്യൂമൻ എറർ. സോ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഹ്യൂമൻ എറർ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ബേസിക്കലി കമ്പ്യൂട്ടർ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഓൾറെഡി പറഞ്ഞു ഓട്ടോമേറ്റ് പ്രോസസ് ഞാൻ പറഞ്ഞു. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, അത് ടാസ്കുകൾ, റിപ്പീറ്റഡ് ടാസ്കുകൾ അത് തന്നെ ചെയ്യുന്നു. ഇപ്പോൾ ഈവൻ ദോ ഓട്ടോമാറ്റിക് ഓർഡറിങ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യാറുണ്ട്. 2 ഇംപ്രൂവ് ഡേറ്റ ആക്യുറസി ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഡേറ്റ ആക്യുറസി. അതായത് നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ, നമുക്ക്
വന്ന മരുന്നുകൾ, നമുക്ക് പോയ മരുന്നുകൾ, നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന മരുന്നുകൾ, അപ്പോൾ ഇതൊക്കെ എത്രയാണ് കണക്കുള്ളത്, നമ്മൾ വാങ്ങിയതിന് പ്രോഫിറ്റ് ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് ലോസ് ആണോ, നമ്മൾ രൂപ കറക്റ്റ് പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡേറ്റ ആക്യുറസിക്കൊക്കെ ഒരുപാട് തരത്തിൽ കമ്പ്യൂട്ടർ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് റെഡ്യൂസ് മെഡിക്കേഷൻ എറർ. സോ എറർ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സോ അതുകൊണ്ട് തന്നെ ബേസിക്കലി ഒരുപാട് പേഷ്യൻസ് വരുന്നു, ഒരുപാട് പേഷ്യൻ്റ് ലോഡ് വരുന്നു, ഒരുപാട് ഡ്രഗ്സുകൾ കൊടുക്കേണ്ടി വരുന്നു, ഒരുപാട് ഡ്രഗ് സ്റ്റോർ ചെയ്യേണ്ടി വരുന്നു, ഒരുപാട് ഡ്രഗ് മാനേജ് ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ ഒരു മെഡിക്കേഷൻ എറർ റെഡ്യൂസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് അല്ലേ. അതായത് ഇപ്പൊ തന്നെ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും, 4 വയസ്സായ പയ്യന് മരുന്ന് മാറിക്കൊടുത്തു എന്നൊക്കെ പറഞ്ഞ പത്രത്തിലും വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് മെഡിക്കേഷൻ എറർ, ഇപ്പൊ എക്സാമ്പിൾ നമ്മളൊരു പേഷ്യന്റിന് ഡ്രഗ് കൊടുക്കണമെങ്കിൽ നമ്മൾ ബാർകോഡിൽ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അവിടെ കാണിക്കും ഏത് ഡ്രഗ് ആണ് എന്ന് കാണിക്കും അല്ലെ. അപ്പം അതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ, എഴുതിയ പ്രിസ്ക്രിപ്ഷനായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് അപ്പൊ തന്നെ കമ്പ്യൂട്ടർ നോക്കിയിട്ട് പറയുന്ന രീതിയിലേക്ക് മാറുവാണ് ചെയ്യുക. ഇനി സ്ട്രീം ലൈനിങ് പ്രോസസ്സാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓട്ടോമാറ്റിക് വർക്ക് ഫ്ലോ നമുക്ക് നടക്കും. കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടർ തന്നെ ലീഡ്സുകൾ ജനറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് വർക്ക് ഫ്ലോ എഫിഷ്യൻ്റ് ആയിട്ട് സ്റ്റാൻഡർഡൈസ് പ്രോസസ് ചെയ്ത് നമുക്ക് എറർ ഫ്രീ ആക്കി നമ്മളെ കൊണ്ടുപോകുന്നു. ആൻഡ് ഡാറ്റ ഡ്രിവൺ ഇൻസൈറ്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഡേറ്റ എപ്പോഴും സൂക്ഷിക്കാൻ വലിയ പാടാണ് അല്ലേ. ബുക്കുകളിൽ ഡേറ്റ വെക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരു ചുമ്മാ ഒരു ഇതിലേക്ക് വെക്കുക, അതായത് നമ്മുടെ ഒരു പെൻഡ്രൈവിലേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പം എവിഡൻസ് ബേസ്ഡ് ഡിസിഷൻ പോലും നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഓൾറെഡി നമുക്ക് എവിഡൻസുകൾ അവൈലബിൾ ആണ് അല്ലെ. നമുക്ക് സെപ്പറേറ്റ് എവിഡൻസിന് വേണ്ടി ഒന്നും പോവേണ്ട ആവശ്യമില്ല, കമ്പ്യൂട്ടർ തന്നെ ഓൾറെഡി ജനറേറ്റ് ചെയ്യും. അതുമാത്രമല്ല എവിടെയാണ് ഇരിക്കുന്നത്, എവിടെയാണ് ഡ്രഗ് ഇരിക്കുന്നത്, ഏത് കാർട്ടിലായിരിക്കുന്നത് പോലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ആൻഡ് കൊളാബറേറ്റീവ് ഇന്നോവേഷൻസ് ആണ്. സോ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലൈക്ക് കൊളാബറേഷൻസ് ആണ്. ഇൻ ദ സെൻസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രോസസ്സിനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കൊളാബറേഷൻസ് ആണ്. ഇത് ക്രോസ് ഫങ്ഷണൽ കൊളാബറേഷൻ ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ കമ്പ്യൂട്ടർ മാത്രമല്ല മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെയും കമ്പ്യൂട്ടറുകളും അല്ലെങ്കിൽ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഡേറ്റാസ് വെച്ചുകൊണ്ട് നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ തന്നെ പറയുവാണെങ്കിൽ, ഇപ്പോൾ എല്ലാവർക്കും ഹോസ്പിറ്റൽ ഫോർമുലറി, നമ്മുടെ ഹോസ്പിറ്റലിൽ വേണ്ടി നമുക്കൊരു ഫോർമുല ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ മറ്റുള്ള ഹോസ്പിറ്റലിലെ ഫോർമുല യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ ഫോർമുല എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, കമ്പയറിങ് ചെയ്യുകയാണ് ചെയ്യുക, ഡേറ്റാസ് വെച്ച് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പം അതേപോലെ ക്രോസ് ഫങ്ഷണൽ കൊളാബറേഷൻസ് ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇനി എൻഹാൻസിങ് ഡേറ്റ സെക്യൂരിറ്റി ആണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സെക്യൂരിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ സെക്യൂർ ആയിരിക്കുമെന്ന് നമുക്ക് നിർബന്ധമായും പറയാൻ സാധിക്കും അല്ലേ. നമ്മളെ കയ്യിലിരിക്കുന്ന ഡേറ്റ പക്കയാണ്, വേറെ പ്രശ്നങ്ങളില്ല, നമുക്ക് ധൈര്യമായി പറയാം അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡേറ്റാസ് എല്ലാം സെക്യൂർ ആയിരിക്കും. പിന്നെ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്, ഒരാൾക്ക് ഓടി വന്നിട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഓടി വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ, ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഓടി വന്നിട്ട് അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഡേറ്റ അക്സസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുവാണ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോസസ്ഡ് അല്ലെങ്കിൽ ഒരു വർക്ക് ഫ്ലോ ഡിറക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് നമ്മൾ അവിടെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ എക്സാമ്പിൾ തന്നെ വേറൊരാൾ ആക്സസ് ചെയ്യുകയാണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യും, ഓക്കെ ഇന്നയാൾ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല എന്തെങ്കിലും സൈബർ ത്രെറ്റ്സ് ലൈക്ക് വൈറസിൻ്റെ ഒക്കെ ഇൻഫ്ലേഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും വേറൊരാൾ അക്സസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ പോലും എന്തെങ്കിലും കമ്പ്യൂട്ടർ അപ്പം തന്നെ ഐഡന്റിഫൈ ചെയ്ത് പറയും ഇവിടെ അക്സസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കൂ എന്ന് പറയും. ആൻഡ് ബാക്കപ്പ് ആൻഡ് റിക്കവറി ആണ്. സോ ഒരു ബുക്ക് കത്തിപ്പോകും പോലെ അല്ല ഒരു കമ്പ്യൂട്ടർ കത്തിപ്പോകുന്നത്. ഒരു കമ്പ്യൂട്ടർ കത്തിപ്പോയാൽ പോലും നമുക്ക് ഡേറ്റ നമുക്ക് റിട്രൈവ് ചെയ്യാൻ പറ്റും. ക്ലൗഡ് ഡേറ്റാസ് അവൈലബിൾ ആണ് അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മളെല്ലാം ഡ്രൈവ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, ഡ്രൈവിലൊക്കെ ഡേറ്റ അടക്കും. അത് ഏതൊക്കെ ഫോൺ പോയാലും ഏതൊക്കെ കമ്പ്യൂട്ടർ പോയാലും നമ്മൾ ഉപയോഗിച്ച മെയിൽ ഐ ഡിയും പാസ്വേഡും ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ആ ഡേറ്റാസ് റിക്കവർ ചെയ്യാം. അപ്പം കമ്പ്യൂട്ടർ കത്തിപ്പോവുക അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ റിക്കവറി പോലും നമുക്ക് എനേബിൾ ആണ് എന്നുള്ളതാണ്. സോ ബാക്കപ്പും റിക്കവറി നമുക്കൊരു കമ്പ്യൂട്ടറിൽ ഫീസിബിൾ ആണ്. സ്റ്റോക്ക് ബുക്ക് കത്തിപ്പോയി അങ്ങനെയാണോ, ഇല്ല, എല്ലാം കഴിഞ്ഞു, ഡേറ്റ ഇല്ലല്ലോ, ആ ഒരു രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഇൻ ആക്സസിബിലിറ്റി ആൻഡ് മൊബിലിറ്റി ആണ്, റിമോട്ട് ആക്സസ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഒരു ലിങ്ക് അയച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഈ സ്ലൈഡ് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. സോ അപ്ഡേഷൻ, ഇൻഫോർമേഷൻസ്, ലൊക്കേഷൻ അവിടെ ഇരിക്കുന്നു. സോ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ഒരു ഫിംഗർ പോയിന്റ് ടച്ചിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അരികിലേക്ക് ഡേറ്റ എത്തിക്കാൻ തരത്തിൽ നമുക്ക് ആക്സസിബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ മൊബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. സോ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ കമ്പ്യൂട്ടറിൽ നിന്ന് റിമോട്ട് ആയിട്ടുള്ള ഒരു ആക്സസ് നമുക്ക് തരുന്നു എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മൊബൈൽ ഡിവൈസ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഇപ്പൊ പല ആൾക്കാരും ഒക്കെ ഇപ്പൊ നമ്മുടെ ഫാർമസിയിലൊക്കെ, നിങ്ങൾ ഫാർമസി വർക്ക് എന്ന് അറിയാം, ചില ആൾക്കാർക്ക് ഫാർമസി വന്നിട്ട് കമ്പ്യൂട്ടറിലാണ് മീൻസ് ഫോണിലാണ് അവർ ഡേറ്റ് എടുക്കുന്നത്.
എടുക്കുന്നത്, ഇത്ര മരുന്ന് വേണം, ഇത്ര മരുന്ന് വേണം. കാരണം ആ ഡേറ്റ എല്ലാം എന്ത് ചെയ്യുന്നു, ഇപ്പൊ തന്നെ നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ നോക്കുവാണെങ്കിൽ പല ഫാർമസികളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പല മരുന്ന് ഓർഡർ ചെയ്യുമ്പോൾ അവരെന്താ വെച്ചാൽ ആപ്പിലാണ് ചെയ്യുക. പണ്ട് അങ്ങനെ വിളിച്ചാൽ പറയാം, ഓക്കെ നമുക്ക് ഇന്ന മരുന്നുണ്ട്, ഇന്ന മരുന്ന്. ഇത് അങ്ങനെയൊന്നുമല്ല, അവർ ആപ്പിൽ തന്നെ എല്ലാം ഓർഡർ ചെയ്യുന്നു, അതനുസരിച്ച് മരുന്നുകൾ അവിടെ എത്തിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡേറ്റാസ് ഒരു മൊബൈൽ ഡിവൈസ് ഉണ്ടെങ്കിൽ പോലും, ഒരു പോർട്ടബിൾ ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഡേറ്റാസ് ആക്സസ് ചെയ്യാൻ പറ്റും. അത്രയും എളുപ്പമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ക്ലൗഡ് ബേസ്ഡ് സൊല്യൂഷൻ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ക്ലൗഡ് ബേസ് എന്ന്, ഞാൻ പറഞ്ഞു ക്ലൗഡ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഒരു സംശയമാണ് എന്താ ക്ലൗഡ് എന്നുള്ളത്. സോ ക്ലൗഡ് ബേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇ ഹെൽത്ത് ഉപയോഗിച്ച ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും. സോ നിങ്ങളുടെ ഡേറ്റാസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ എല്ലാം ഇ ഹെൽത്ത് ആണ്. നിങ്ങളുടെ എല്ലാ ഡേറ്റാസും ഒരു മെയിൻ സെർവറിൽ ഇത് അറ്റാച്ച്ഡ് ആണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് പറഞ്ഞു തരാം, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കും എന്താ ക്ലൗഡ് എന്നുള്ളത്. സോ അതായത് ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് അറിയാം ഒരു PHI ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് PHI ഉണ്ട്, താലൂക്ക് ഹോസ്പിറ്റലുണ്ട്, പിന്നെ മെഡിക്കൽ കോളേജസ് ഉണ്ട്. ഓക്കെ, സോ ഇത്രയും രീതിയിലാണ് നമ്മുടെ ഹോസ്പിറ്റൽസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ PHI ഇപ്പോൾ ഞാൻ PHIയിലേക്ക് പോവുകയാണ്. PHIയിലേക്ക് ഇ ഹെൽത്ത് വഴിയിട്ടാണ് ഞാൻ കയറുന്നതെന്ന് വെച്ചോളൂ. ഇ ഹെൽത്ത് വഴി കയറുവാണ്. ഡോക്ടർ ഡേറ്റാസ് അടിക്കുവാണ്. എനിക്ക് എന്തൊക്കെ അസുഖമാണ്, ഹിസ്റ്ററി എന്തൊക്കെയാണ്, അലർജി കണ്ടീഷൻസ് എന്തൊക്കെയാണ്, മരുന്നുകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡോക്ടർ റെക്കോർഡ് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഹെൽത്തിനകത്ത് ഇത് ഓൾറെഡി റെക്കോർഡാണ്. ഓക്കെ, സോ PHI ഹോസ്പിറ്റലിൽ ഒരു ലോക്കൽ സെർവർ ഉണ്ടായിരിക്കും. ഈ PHIക്കകത്ത് ഒരു ലോക്കൽ സെർവർ ഉണ്ടായിരിക്കും. ലോക്കൽ സെർവർ എന്ന് വെച്ചാൽ നമ്മളെ കമ്പ്യൂട്ടർ തന്നെയാണ്, കമ്പ്യൂട്ടർ വിച്ച് ഇസ് കണക്റ്റഡ് ടു ഇന്റർനെറ്റ്. സോ ലോക്കൽ സെർവർ ഉണ്ടായിരിക്കും. ഈ ലോക്കൽ സെർവർ എന്ന് പറയുന്നത് മെയിൻ സെർവറുമായിട്ട്, അത് എവിടെയെങ്കിലും ഇരിക്കുന്ന ട്രിവാൻഡ്രത്ത് ഇരിക്കുന്ന മെയിൻ സെർവറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇത് കണക്ട് ആവുന്നത് എന്താണ്, ഇന്റർനെറ്റ് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. ഇനി ഞാൻ PHIയിൽ പോയി ഡ്രഗ്സ് എല്ലാം എടുത്തു, എല്ലാം കഴിഞ്ഞു എന്ന് വെച്ചോളൂ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അവിടെ ഡോക്ടർ ഇഷ്ടപ്പെട്ടില്ല, അവിടെ കൂടി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അതിനുശേഷം ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടെയും ഇ ഹെൽത്ത് ഉണ്ട്. ഞാൻ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യുന്നു, അവിടുത്തെ ലോക്കൽ സെർവറിൽ നോക്കും, എൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഞാൻ PHIയിൽ നിന്ന് ഇന്ന ഡേറ്റിൽ മരുന്ന് കഴിച്ചിട്ടുണ്ട്. ആ ഡേറ്റ് എവിടെ നിന്ന് കിട്ടി, മെയിൻ സെർവറിൽ നിന്ന് ഡേറ്റാസ് കിട്ടി. ഇനി അടുത്ത മെഡിക്കൽ കോളേജിൽ പോവുകയാണെങ്കിലോ അവിടെയും ആ ഡോക്ടർ എന്ത് ചെയ്യും, മെയിൻ സെർവറിൽ നിന്ന് ഡേറ്റ കിട്ടും. അതായത് ഈ ഡേറ്റാസ് എല്ലാം ക്ലൗഡ് ബേസ്ഡ് ആയിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് കയറാനുള്ള കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അനുസരിച്ച് അറിയാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. റിയൽ ടൈം അപ്ഡേറ്റ്സ് നമുക്ക് എവിടെ ഇരുന്ന് നമുക്ക് അവൈലബിൾ ആകും എന്നുള്ളതാണ്. പക്ഷെ ഒരു ഹോസ്റ്റ് മാനേജ്മെന്റ് വേണം. അതായത് ഈ ഡോക്ടേഴ്സിനും ഫാർമസിസ്റ്റുകൾക്കും അവിടെ ഒരു ഹോസ്റ്റ് മാനേജ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്കത് കയറി ആ ഡേറ്റ എടുക്കാൻ പറ്റുന്നത് കൊണ്ട് മാത്രമാണ് എന്ത് നടക്കുന്നത്, അവിടെ അക്സസിബിലിറ്റി ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ക്ലൗഡ് ബേസ്ഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി കോസ്റ്റ് സേവിങ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ ആണ്. ഒന്ന് ആലോചിക്കേ, ഒന്ന് റെഡ്യൂസ് ഓപ്പറേഷണൽ കോസ്റ്റ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പല ടാസ്കുകൾ ചെയ്യാനും, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ഫ്ലോയും, അല്ലെങ്കിൽ അതിനുമൊക്കെ നമുക്ക് ഒരുപാട് ബുക്ക്, പേപ്പർ, ടൈം, HR, ആൾക്കാരൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി ഇൻവെന്ററി ഒപ്റ്റിമൈസേഷൻ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ മിനിമം ഇൻവെന്ററി, സ്റ്റോക്ക് ലെവല്, വേസ്റ്റേജ്, ഓവർ സ്പ്രെഡിങ് ഓഫ് സപ്ലൈസ് ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എഫിഷ്യന്റ് റിസോഴ്സ് അലോക്കേഷൻ ആണ്. അതായത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ആണ്. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കും, ഓട്ടോമേറ്റൈസ്ഡ് ആയിരിക്കും, ഡേറ്റ ഡ്രിവൺ ഇൻസൈറ്റ്സുകളായിരിക്കും എന്നുള്ളതാണ്. സോ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം. ഇനി കംപ്ലൈൻസ് ആൻഡ് റെഗുലേറ്ററി അഡ്ഹറൻസ് ആണ്. സോ ഫസ്റ്റ് വൺ ഇസ് റെഗുലേറ്ററി കംപ്ലൈൻസ് ആണ്. സോ റെഗുലേറ്ററി കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് രീതിയിൽ നമ്മൾ അഡ്ഹർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഇപ്പം എക്സാമ്പിൾ നമുക്ക് നമ്മുടേതൊരു സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഈ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെ കമ്പ്യൂട്ടർ ഹെൽപ്പ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഈ ഓട്ടോമേറ്റ് പ്രോസസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് നമ്മുടേതായ ഒരു ഇന്റേണൽ പോളിസി ഉണ്ടെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ നമ്മുടെ ഫാമേഴ്സ് നമുക്കൊരു ഇന്റേണൽ പോളിസി ഉണ്ടെങ്കിൽ ആ പോളിസി അനുസരിച്ച് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. സോ അത് ഉദ്ദേശിക്കുന്ന റിപ്പോർട്ടിംഗ്, പിന്നെ അത് മാത്രമല്ല ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇൻവെന്ററി കീപ്പിംഗ്, അതെല്ലാം തന്നെയാണ് കേട്ടോ. ഇനി ഓഡിറ്റ് ട്രയൽസ് ആണ്. സോ നമ്മുടെ ട്രാൻസാക്ഷൻസിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളിലോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ
അറിയിക്കും. സോ നമ്മുടെ ഓഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മളെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നോ, അത് നമ്മൾ ചില എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള ഡേറ്റ നമുക്ക് ഡ്രിവൺ ആയിട്ടുള്ള ഒരു ഓഡിറ്റ് ട്രയൽ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഓട്ടോമേറ്റഡ് റിപ്പോർട്ടിംഗ് ആണ്. സോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ക്വിക്കായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, അത് എസ്കലേറ്റ് ചെയ്യുന്നു, അറിയിക്കുന്നു നമ്മളെ ഇത് പ്രശ്നമാണ്, ഇതിലിങ്ങനെ പ്രശ്നമുണ്ട്, നിങ്ങൾ അത് എത്രയും പെട്ടെന്ന് റിസോൾവ് ചെയ്യണം. ഇപ്പോൾ തന്നെ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് പറയും, എറർ എന്ന് പറയില്ല. അതേപോലെ തന്നെ ഓട്ടോമേറ്റഡ് റിപ്പോർട്ടിംഗ് അവൈലബിൾ ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡേറ്റ സെക്യൂരിറ്റി ആണ്. സോ നമ്മളെ കാര്യങ്ങളൊക്കെ ഡേറ്റ സെക്യൂരിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, നമ്മുടെ ഇൻഫർമേഷൻസ് എപ്പോഴും സെൻസിറ്റീവ് ആണ്. സോ അത് സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സേഫ് ആക്കി വെക്കുക. നമ്മുടെ പ്രൈവസി റെഗുലേഷൻസ് ഉണ്ട്, അതനുസരിച്ച് അത് സേഫ് ആക്കി വെക്കുന്നു എന്നുള്ളതാണ്. ഇനി റിയൽ ടൈം ഡേറ്റ അനലിസിസ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി ഫസ്റ്റ് വൺ ഈസ് ആക്ഷനബിൾ ഇൻസൈറ്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമുക്ക് ഡേറ്റ വെച്ചിട്ട് നമുക്ക് അതെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ റിയൽ ടൈം ഡേറ്റ കൊണ്ട് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ബേസിക് കാര്യങ്ങൾ. പിന്നെ ഡാഷ്ബോർഡ് ആണ്. ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ COVID-19 വാക്സിനേഷൻ ചെയ്യാൻ സമയം നിങ്ങൾ അതിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര പേര് വാക്സിൻ എടുത്തു, എവിടെയൊക്കെ അവൈലബിൾ ആണ്. അതാണ് നമ്മൾ ഡാഷ്ബോർഡ് എന്ന് പറയുക. അതായത് നമ്മൾ കയറുമ്പോൾ ഒറ്റ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ ഒറ്റ ഇതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റണം. ഇപ്പോൾ എക്സാമ്പിൾ ഇത് നമ്മുടെ ഫാർമസിയുടെ ഡാഷ്ബോർഡ് ആണെന്ന് വെച്ചോ. ഡാഷ്ബോർഡ് ആണെങ്കിൽ ഇതിപ്പോൾ ഒരു ഡാഷ്ബോർഡ് ആണ്, നമ്മുടെ ഫാർമസിയുടെ ആണ്. ഇവിടെ കാണിക്കും ടോട്ടൽ സ്റ്റോക്ക് ഓഫ് ഡ്രഗ് എത്രയാണെന്നുള്ളത്. ഇനി മിനിമം ഇൻവെൻട്രി ആയി കിടക്കുന്നത്, പിന്നെ എക്സ്പയറി ആയ ഡ്രഗുകളുടേത്, പിന്നെ ഇന്ന് പോയ ട്രാൻസാക്ഷൻ്റെ ടോട്ടൽ എമൗണ്ട്. ഇങ്ങനൊരു ഡാഷ്ബോർഡാണ് നിങ്ങളുടെ ഫാർമസി കിട്ടുന്നെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കില്ലേ. നിങ്ങൾ ഒറ്റ ക്വിക്കായിട്ട് നിങ്ങൾക്ക് ആ ഡേറ്റകൾ അറിയാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ഡാഷ്ബോർഡ് എന്ന് പറയുക. ഇനി അനോമലി ഡിറ്റക്ഷൻ ആണ്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു പ്രശ്നമായിട്ട് വരാൻ പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ അത് തിരിച്ചറിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യുന്നു, ഡിറ്റക്ട് ചെയ്ത് പറഞ്ഞു. ഇപ്പം നമുക്കറിയാം വൈറസിൻ്റെ ആപ്ലിക്കേഷൻസ് അറിയാം. നമ്മളതിൽ വൈറസ് കയറുവാണെങ്കിൽ അപ്പം തന്നെ ഐഡന്റിഫൈ ചെയ്യും ഇത് വൈറസ് ആണ്, നിങ്ങൾ തുറക്കരുത് എന്ന് തന്നെ പറയും. നമ്മുടെ ഫോണിലൊക്കെ അങ്ങനെ തന്നെയല്ലേ പറയാ, ഇതിൽ വൈറസ് ഉണ്ട് നമുക്കറിയില്ല നിങ്ങൾ തുറക്കരുത് അപ്പം തന്നെ പറയില്ല. അതേപോലെ തന്നെ നമുക്ക് അനോമലി ഡിറ്റക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. ഇനി പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ് കാപ്പബിലിറ്റി ആണ്. സോ അതിൽ ഫസ്റ്റ് വൺ ഈസ് ആൻറ്റിസിപ്പേറ്റിംഗ് ഇഷ്യൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ എന്ത് പ്രോബ്ലം ആണ്, ഇപ്പോൾ ഈവൻ ദോ എക്യുപ്മെന്റ് ഫെയിൽ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ പോലും ആ ഇഷ്യൂസിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഒപ്റ്റിമൈസിങ് അസറ്റ് ലൈഫ് സൈക്കിൾ. അത് ഇവിടെ നമ്മളെ ഇൻവെന്ററി തന്നെയാണ്. ഇൻവെന്ററിയേക്കാൾ മോർ ഓവർ എക്യുപ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എന്തെങ്കിലും ഒരു റിപ്ലേസ്മെന്റ് ആവശ്യമുണ്ടെങ്കിലോ, ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ വലിയ ഇൻഡസ്ട്രീസിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ടാബ്ലറ്റ് പഞ്ചിങ് മെഷീനിൽ ആ ഡൈ ക്യാവിറ്റി ഒന്ന് മാറ്റണം എന്ന് വേണമെങ്കിൽ കമ്പ്യൂട്ടറിന് പറയാൻ പറ്റും, അത് കമ്പ്യൂട്ടറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതേപോലെ ആൻഡ് റെഡ്യൂസിങ് കോസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ. ഇനി ഇംപ്രൂവിങ് സേഫ്റ്റി. ഇംപ്രൂവിങ് സേഫ്റ്റി അറിയാലോ, നമുക്ക് ഹസാർഡ്സുകൾ കുറയ്ക്കാൻ പറ്റും, പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നല്ലൊരു ഗുഡ് എൻവയോൺമെന്റ് തരാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഇന്റഗ്രേറ്റ് വിത്ത് അതർ സിസ്റ്റം. സോ ഇത് നമുക്ക് ഒരു എക്സ്ട്രാ ടോപ്പിക് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മറ്റുള്ള സിസ്റ്റവുമായിട്ട് നമ്മുടെ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻഫർമേഷൻസിന് സ്മൂത്ത് ഫ്ലോ നടക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ എക്സ്ചേഞ്ച് നടത്താം, പിന്നെ ഓട്ടോമേറ്റ് വർക്ക് ഫ്ലോ നടത്താം, പിന്നെ സെൻട്രലൈസ്ഡ് വിസിബിലിറ്റി. അതായത് ഇപ്പോൾ എക്സാമ്പിൾ തന്നെ പറയുവാണെങ്കിൽ ഒരു പേഷ്യന്റ് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഈവൻ ഒരു സെൻട്രലൈസ്ഡ് ഇരിക്കുന്ന ഒരു മാനേജറിനോ അല്ലെങ്കിൽ ഒരു ഓഫീസറിന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റാസ്. നമ്മൾ ഓൾറെഡി ഈ ഹെൽത്തിന്റെ കാര്യം പറഞ്ഞ പോലെ. ആൻഡ് ഓപ്പറേഷണൽ എഫിക്കസി, നമ്മൾ ചെയ്യുന്ന വർക്കുകളുടെ എഫിക്കസി കൂട്ടാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ എന്താണ് കമ്പ്യൂട്ടർ കൊണ്ട് നമ്മളെ ഫാർമസിയിൽ ഉപയോഗം എന്നുള്ളതിന്റെ ബേസിക് ടോപ്പിക് ആണ്. ഇത് ഇത്രയേ ഉള്ളൂ, നമുക്ക് അറിയുന്ന കാര്യമാണ്. നമുക്ക് ജസ്റ്റ് പഠിക്കേണ്ട ആവശ്യം ഒന്നും വരുന്നില്ല, ക്ലാസ് മാത്രം കേട്ടാൽ മതിയാവും, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. സോ ബേസിക്കലി എഫിക്കസി, ആക്യുറസി, ഡേറ്റ സെക്യൂരിറ്റി, ലൈവ് ഡേറ്റ അസസ്മെന്റ് ആൻഡ് പിന്നെ എന്താണ് വർക്ക് ഫ്ലോ മാനേജ്മെന്റ് ആൻഡ് മെഡിക്കേഷൻ മോണിറ്ററിംഗ്. ഇത്രയും ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര സിമ്പിൾ ടോപ്പിക് ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് വൺ പ്രൈമറി ബെനിഫിറ്റ് ഓഫ് യൂസിങ് കമ്പ്യൂട്ടർ ഫോർ റെക്കോർഡ് കീപ്പിംഗ് ഇൻ മെയിൻ്റനൻസ്? എന്തായിരിക്കും? സെൻട്രലൈസ്ഡ് ഡേറ്റാബേസ് സ്റ്റോറേജ് നമുക്ക് അവൈലബിൾ ആകും എന്നുള്ളത് കൊണ്ടാണ്. ഇനി ഹൗ ഡു കമ്പ്യൂട്ടർ ഇംപ്രൂവ് ഇൻവെന്ററി കൺട്രോൾ ഇൻ മെയിൻ്റനൻസ്? സോ കമ്പ്യൂട്ടർ ഇൻവെന്ററി മാനേജ്മെന്റിൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? എങ്ങനെയാണ്? നമുക്ക് റിയൽ ടൈം ട്രാക്കിങ്ങും ഓട്ടോമാറ്റിക് ഓർഡറിങ്ങും ഉള്ളത് കൊണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. വാട്ട് റോൾ ഡു കമ്പ്യൂട്ടർ പ്ലേ ഇൻ മെഡിക്കേഷൻ മോണിറ്ററിംഗ് ആൻഡ് ട്രാക്കിംഗ്? മെഡിക്കേഷൻ മോണിറ്ററിംഗിലും ട്രാക്കിംഗ് എങ്ങനെ ചെയ്യുക? ഓട്ടോമാറ്റിക്കലി അലേർട്ട് തരും. ഇൻവെന്ററി മാനേജ്മെന്റ് കുറവാണ് അല്ലെങ്കിൽ മെഡിക്കേഷൻ എടുക്കണം എന്നുള്ളതിൻ്റെ നമുക്ക് അലേർട്ട് തരികയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വിച്ച് ഫീച്ചർ ഓഫ് കമ്പ്യൂട്ടറൈസ് സിസ്റ്റം ഹെൽപ്പ് ഇൻ റെഡ്യൂസിങ് ഹ്യൂമൻ മെയിൻ്റനൻസ് ടാസ്ക്? സോ നമ്മളെ മനുഷ്യന്മാരുണ്ടാക്കുന്ന
മാനുവലി ഉണ്ടാവുന്ന എറർ പോലും കുറയ്ക്കണമെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം ഏത് ഫ്യൂച്ചർ ആണെന്നാണ് ഓട്ടോമേറ്റ് പ്രോസസ്, ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ് കേട്ടോ. വാട്ട് ഈസ് വൺ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ബാർകോഡ് സ്കാനിങ് ഇൻ ഇൻവെന്ററി മാനേജ്മെന്റ്? സോ ഇൻവെന്ററി മാനേജ്മെന്റിൽ ബാർകോഡ് ഉപയോഗിക്കുന്നതിന്റെ ഉപയോഗം എന്താണ്? നമുക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇൻവെന്ററി മൂവ്മെന്റ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഹൗ ഡു കമ്പ്യൂട്ടർ എൻഹാൻസ് ഡേറ്റ സെക്യൂരിറ്റി ഇൻ മെയിൻ്റെനൻസ് സിസ്റ്റം? ഡേറ്റ സെക്യൂരിറ്റി എങ്ങനെയാണ് കമ്പ്യൂട്ടർ ചെയ്യുന്നത്? എങ്ങനെയാണ്? ഒന്ന് ത്രൂ റോബസ്റ്റ് എൻക്രിപ്റ്റ് ആൻഡ് അസസ് കൺട്രോൾ, അതായത് അത് ഡേറ്റാസ് അസസ് ചെയ്ത് കൺട്രോൾ ചെയ്ത് എന്തൊക്കെ പ്രശ്നമാണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ്. അങ്ങനെയാണ് ഡേറ്റ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് റിയൽ ടൈം മോണിറ്ററിംഗ് ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റെനൻസ് സിസ്റ്റം? റിയൽ ടൈം മോണിറ്ററിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് ഇൻസ്റ്റന്റ് വിസിബിൾ ആവണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റണം, അല്ലേ? സോ ഇൻസ്റ്റന്റ് വിസിബിലിറ്റി ഇൻ ടു മെയിൻ്റെനൻസ് ആക്ടിവിറ്റി. ഹൗ ടു പ്രിഡിക്ട് മെയിൻ്റെനൻസ് കാപ്പബിലിറ്റി ഹെൽപ്പ് ഓർഗനൈസേഷൻ? എങ്ങനെയാണ് നമ്മൾ പ്രിഡിക്റ്റീവ് മെയിൻ്റെനൻസ് കാപ്പബിലിറ്റി നമ്മൾ ഓർഗനൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നത്? എങ്ങനെയാണ്? നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. വാട്ട് ഈസ് വൺ വേ ദാറ്റ് കമ്പ്യൂട്ടർ സ്ട്രീം ലൈൻ വർക്ക് ഫ്ലോ ഇൻ മെയിൻ്റെനൻസ്? സോ നമ്മളെ വർക്ക് ഫ്ലോ മെയിൻ്റെനൻസിൽ കമ്പ്യൂട്ടർ എങ്ങനെയാണ് നമ്മൾ സ്ട്രീം ലൈൻ ചെയ്യുന്നത്? എങ്ങനെയാണ്? ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ടാസ്കുകൾ റിപ്പീറ്റേറ്റീവ് ആയിട്ട് നമ്മൾ അലേർട്ട് ചെയ്യുകയും ഐഡന്റിഫൈയും ചെയ്യും. സോ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ക്ലൗഡ് ബേസ്ഡ് സൊല്യൂഷൻ ഇൻ മെയിൻ്റെനൻസ്? ഇവിടെ നമ്മൾ ഈ ഹെൽത്ത് ആലോചിച്ചോണേ. സോ നമുക്ക് സെക്യൂർ ആണ്, റിയൽ ടൈം ഡേറ്റ എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് ക്ലൗഡ് ബേസ്ഡ് സൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്, ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ചുമ്മാ കേട്ടിരുന്നാൽ മതി, ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ നോട്ട് വെച്ച് പഠിക്കണം എന്ന്. അത്രയും പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ പഠിക്കും. സോ നെക്സ്റ്റ് വേണം, ബൈ.